ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ക്ലാസ്സിൽ അന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സംശയം ചോദിച്ച കുറേ ആൾക്കാർക്ക് ആ സംശയ നിവാരണം നടത്തുന്നതിന് വേണ്ടി മാത്രം എടുത്ത ക്ലാസ് ആയിരുന്നു. പക്ഷേ ഇന്നിതാ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്, എനിക്ക് തോന്നിയ കാര്യം. അതായത് നിങ്ങൾക്കും അതുതന്നെയാണ് സംഭവിക്കാവുന്നത്, പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുവാൻ, അത് അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്കെല്ലാം അറിയാവുന്നവരാരുമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് തെറ്റായിരിക്കാം എന്ന് നമുക്കറിയാം. അത് തെറ്റാണെന്നൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ നമുക്ക് കറക്റ്റ് ചെയ്തും തരുന്നു. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞത് എങ്ങനെ തെറ്റായി, എന്തുകൊണ്ട് ആ ഭാഗം തെറ്റായി, നമുക്ക് സ്വന്തമായിട്ടതെങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്. കാരണം വേറൊരാൾ എപ്പോഴും നമ്മുടെ സഹായത്തിന് വരികയല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ടാക്കി പഠിക്കണം. അങ്ങനെ ബൈ ഹാർട്ടായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ പറയുമ്പോൾ തെറ്റുന്നത് എവിടെ, എങ്ങനെ നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് മിസ്റ്റേക്ക് കൂടാതെ നമുക്ക് നമ്മുടെ ഭാവിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് വെറും സിമ്പിളാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? വെർബ് എന്ന് പറയും. അതായത് വെർബ് നമ്മൾ ഒത്തിരിയുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒത്തിരിയുണ്ട്. നമ്മൾ തിന്നും, കുടിക്കും, എഴുതും, വായിക്കും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അതിൽ അങ്ങനെ കുറേ വെർബ് അങ്ങ് പഠിച്ചാൽ അത് നമുക്കറിയാം. ഇപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് കുടിക്കുന്നതിന് 1 ഗ്ലാസ് വെള്ളം വേണം എന്ന് നമുക്ക് പറയണം. നമ്മൾ പറയുമ്പോൾ അത് തെറ്റിപ്പോയി. അന്നേരം വേറൊരാൾ നമുക്ക് കറക്റ്റ് ചെയ്തു തന്നു. അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെയല്ല, അറിയാവുന്നയാൾ പറഞ്ഞു തന്നത് അതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് വേറൊരു കാര്യം പറയേണ്ടപ്പോൾ നമ്മളത് എങ്ങനെ പറയും എന്നുകൂടി നമുക്ക് പഠിക്കണ്ടേ. അതിനുവേണ്ടി ഒരു ചെറിയ ഒരു ട്രിക്ക്, അതല്ല, നമ്മൾ ചെറിയ ഓരോ രീതിയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യമേ കുറച്ച് നമുക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ഓർക്കുക. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതുക. റീഡ് എന്ന് പറഞ്ഞാലോ വായിക്കുക. റീഡ്, എഴുതുക, വായിക്കുക. പിന്നെ എന്താണ്? കുടിക്കുക, പിന്നെ കഴിക്കുക, തിന്നുക എന്നുള്ളത്. അങ്ങനെ കുറേ വെർബ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന എന്ന് വേണ്ട, നിസാരം ഇപ്പോൾ LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാവുന്ന കുറേ വാക്കുകളാണ്. തിന്നുക, കുടിക്കുക, അങ്ങനെയുള്ള നമ്മൾക്ക് കുറേ പ്രവൃത്തികളുടെ പേര് നമുക്ക് അറിയാം. അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, പദസമ്പത്തായിട്ട് നമുക്കുണ്ടല്ലോ. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന വെർബിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചേർക്കണം? ടു എന്ന് ചേർത്താൽ എന്ന് ചേർത്താൽ അത് ചെയ്യുന്നതിന് എന്നുള്ള അർത്ഥം കിട്ടും. ഐ വാണ്ട്സ്, എനിക്ക് വേണം, അത് നമ്മളങ്ങ് പഠിച്ചു. അത് നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഐ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്ന്. എനിക്ക് വേണം, എന്തു വേണം, എന്താണ് വേണ്ടത് എന്ന് പറയണം. പിന്നെ എന്താണ് വേണ്ടത്? ഐ വാണ്ട്സ് എ ചെയർ, എനിക്കൊരു കസേര വേണം. പിന്നെ എന്തിനാണെന്ന് പറയണം. കസേര നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇരിക്കുക അല്ലേ. ഇരിക്കുക എന്നുള്ളതിൻ്റെ വാക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്താണ് ഇരിക്കുക എന്നുള്ള വാക്ക്? സിറ്റ്. ആ സിറ്റിന് മുമ്പിൽ നമ്മൾ ടു ചേർക്കുന്നു. അന്നേരം ഇരിക്കുന്നതിന് എന്നായി. അന്നേരം നമ്മൾ ആ സെൻറ്റൻസ് പറയുകയാണ്, ഐ വാണ്ട് എ ചെയർ ടു സിറ്റ്. ഇരിക്കുന്നതിന് എനിക്കൊരു കസേര വേണം എന്ന് നമ്മൾ പറഞ്ഞു. അത് പറയുവാൻ നമ്മൾ പഠിച്ചു. ഇരിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് പലപ്പോഴും ഈ സെൻറ്റൻസുകൾ ഈ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ തെറ്റിപ്പോകുന്നത്. ഇരിക്കുക എന്നുള്ളതറിയാം, ഇരിക്കുന്നതിന് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അതുപോലെ എനിക്ക് ഇരിക്കുന്നതിനൊരു കസേര വേണം എന്ന് പറയുന്നതിന് ഐ വാണ്ട് എ ചെയർ ടു സിറ്റ് എന്ന് പറഞ്ഞു. ഇരിക്കുന്നതിന് എനിക്കൊരു കസേര വേണം. അത് പറഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എഴുതുക എന്നുള്ള വാക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ. റൈറ്റ് എന്നാണെങ്കിൽ എഴുതുന്നതിന് എനിക്കൊരു പേന വേണം എന്ന് നമ്മൾ എങ്ങനെ പറയും? എഴുതുന്നതിന് എനിക്കൊരു പേന വേണം. ഐ വാണ്ട്സ്, എനിക്ക് വേണം.
ഐ വാണ്ട് എന്താണ് വേണ്ടത്? എ പെൻ. ഐ വാണ്ട് എ പെൻ. എന്തിന്? ടു റൈറ്റ്. എഴുതുന്നതിന് എനിക്കൊരു പേന വേണം എന്ന് നമുക്ക് മിസ്റ്റേക്ക് കൂടാതെ പറയാൻ പഠിച്ചില്ലേ? എഴുതുന്നതിന് എനിക്കൊരു പേന വേണം. അങ്ങനെയാണെങ്കിൽ വായിക്കുന്നതിന് എനിക്കൊരു പുസ്തകം വേണമെന്നാണെങ്കിലോ? സിമ്പിൾ. ഇതെന്ന് പറഞ്ഞു നോക്കിയേ. ഐ വാണ്ട്, അത് നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് വേണം. എന്താണ് വേണ്ടത്? എ ടെക്സ്റ്റ്. ഐ വാണ്ട് എ ടെക്സ്റ്റ്. എന്തിന്? ടു റീഡ്. വായിക്കുന്നതിന് എനിക്കൊരു ടെക്സ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു പുസ്തകം വേണം എന്ന് പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയുവാൻ പഠിച്ചാൽ നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ അതെങ്ങനെ തെറ്റായി എന്നത് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് തെറ്റുകൂടാതെ സംസാരിക്കുവാൻ നമ്മളെ തന്നെ നമ്മൾ പഠിപ്പിക്കുക. അതാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി വേണ്ടുന്ന ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ ഏറ്റെടുക്കേണ്ട ടാസ്ക് അതാണ്. എനിക്ക് എഴുതുന്നതിന്, വായിക്കുന്നതിന്, കഴിക്കുന്നതിന്. ഐ വാണ്ട്സ് എനിക്ക് വേണം. എന്ത് വേണം? സം ഫുഡ്. ഐ വാണ്ട് സം ഫുഡ്. കുറച്ച് ഭക്ഷണം വേണം. എന്തിന്? ടു ഈറ്റ്. കഴിക്കുന്നതിന് എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. എന്തിന്? ടു ഡ്രിങ്ക്. കുടിക്കുന്നതിന് എനിക്കൊരു ഗ്ലാസ് വാട്ടർ വേണം. ഇതിന് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചിടത്തോളം വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞാലൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ വെർബിന് തൊട്ട് മുമ്പിൽ ടു ചേർത്ത് പറഞ്ഞാൽ അതിന്, കുടിക്കുക പ്ലസ് അതിന്, കുടിക്കുന്നതിന് അങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിക്കുക. സ്വയം നമ്മൾ പഠിച്ചാൽ നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഐ വാണ്ട് എനിക്ക് വേണം. നമ്മളൊരു വഴിക്ക് പോവുകയാണ്, എനിക്കൊരു ടാക്സി വേണം. എനിക്ക് ഒരു ടാക്സി വേണം. എന്തിന്? പോകുന്നതിന്. ഐ വാണ്ട് എ ടാക്സി ടു ഗോ. പോകുന്നതിന് എനിക്കൊരു ടാക്സി വേണം. എത്രയധികം കാര്യങ്ങൾ ഏതെല്ലാം അവസരങ്ങളിൽ നമുക്ക് പറയുവാൻ നമ്മൾ പഠിക്കുന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റുകൂടാതെ നമ്മൾക്ക് സ്വന്തം നിലയിൽ, സ്വന്തം കാലിൽ നിൽക്കുവാൻ നമ്മൾ പഠിക്കുക. അല്ലാതെ മറ്റുള്ളവർ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു പരിധിയുണ്ടല്ലേ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കുവാൻ പഠിക്കണം എങ്കിൽ എവിടെ, എങ്ങനെ, എപ്പോൾ, ഏത് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുക. ഇത് ഇപ്പോൾ പറഞ്ഞത് ഏതാണ്ടൊരു ഐഡിയ കിട്ടിയോ? അങ്ങനെ പറഞ്ഞു പഠിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കി. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകൾ, ഏതെങ്കിലും കാര്യങ്ങൾ പറയേണ്ടത് വരുമ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്ന്. ഐ വാണ്ട് മാത്രം, അത് നമുക്കറിയാം, എനിക്ക് വേണം. ഐ വാണ്ട് അത് പഠിച്ചു കഴിഞ്ഞ് വെച്ച് നമ്മൾ ചെയ്യേണ്ട, നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലോർക്കുക. എന്ത് ആണ് വേണ്ടതെന്ന് ഓർക്കുക. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൂടി ഓർത്ത് അതിന് മുമ്പിലെ ടു ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് എ ടാക്സി ടു ഗോ. പോകുന്നതിന് എനിക്കൊരു ടാക്സി വേണം. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനായാണ് വേണ്ടത്, അല്ലേ? എന്തിനാണ് വേണ്ടത് എന്നത് ആ വെർബിൻ്റെ നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് നമ്മൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്, അതിനു മുമ്പിലേ നമ്മൾ ടു ചേർക്കുക. കുടിക്കാൻ പോവുക നമ്മളല്ലേ, കുടിക്കുക എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ മുമ്പിൽ ടു ചേർത്താൽ അതിന്, കുടിക്കുന്നതിന്, എഴുതുന്നതിന്, വായിക്കുന്നതിന്, പോകുന്നതിന്, തിന്നുന്നതിന്, അതിനെല്ലാം ആ വെർബിൻ്റെ മുമ്പിൽ ടു ചേർത്ത് നമുക്ക് പറഞ്ഞാൽ മാത്രം മതിയാവും. എന്താണ് വേണ്ടത് എന്നുകൂടി പറഞ്ഞാൽ മാത്രം മതിയാവും. ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുവാനൊന്ന് ശ്രമിച്ചു നോക്കിയേ. നമ്മൾ പറയുന്നത് തെറ്റാണ്, നമുക്കറിയാം. നമ്മൾ മൊത്തം അറിയാമെങ്കിൽ നമ്മൾ മറ്റുള്ള ചാനലിനെയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിനെയോ നമ്മൾ സമീപിക്കുകയല്ലോ. നമുക്ക് സംസാരിക്കുവാൻ സ്വന്തമായി നമ്മൾ പഠിക്കുക. അതിന് നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെ എങ്ങനെ തെറ്റുവരുന്നു എന്നത് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുകൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ പോകുമ്പോൾ തുടങ്ങുന്നത്. ഈ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ശ്രമിച്ചാൽ, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിനിയും മുന്നോട്ട് കിട്ടിയാൽ ഇത് ഉപകാരപ്രദം
ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നവർ ജസ്റ്റ് ഒരു ലൈക്ക് ഇടുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഇംഗ്ലീഷ് ഇത് തന്നെയല്ല, ഇതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഒരാൾ എന്നോട് ചോദിച്ചു, ഡോണ്ട് എന്ന വാക്കിന് അരുത് എന്ന് അർത്ഥം വരും. ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന്. ഡോണ്ട് യു വാണ്ട്, നിങ്ങൾക്ക് വേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾക്കില്ലേ. ഡോണ്ട് യു ഹാവ്, നിങ്ങൾക്കില്ലേ എന്നുള്ള വാക്കുകൾ വരുന്നുണ്ട്. ഈ ഡോണ്ടിന് ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്നും അരുത് എന്നും എപ്പോഴാണ് അർത്ഥം വരുന്നതെന്ന്. ശരിയാണ്, അരുത് എന്ന് അർത്ഥം വരണമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അരുത് എന്ന അർത്ഥം വരുന്നതെന്നും, അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന് നമുക്ക് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള അർത്ഥം വരുന്നത് ഏത് സമയത്ത് നമ്മൾ ഡോണ്ട് ചേർത്താലാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ക്ലാസ് നിങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും എന്ന രീതിയിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഒരു ലൈക്ക് അത് മാത്രമാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അത് വീണ്ടും ക്ലാസ് എടുക്കുവാൻ വേണ്ടി എനിക്ക് നൽകുന്ന പ്രോത്സാഹനം, നിങ്ങൾ തരുന്ന പ്രോത്സാഹനം അത് ഒരു ലൈക്ക് മാത്രമാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോയും, ഇപ്പോൾ തന്നെ ഈ പല വീഡിയോയും അവർക്ക് നഷ്ടമാകാൻ കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു. പക്ഷേ അവർക്കത് ഉപകാരപ്രദമായിട്ട് മറ്റുള്ള വീഡിയോ കണ്ടപ്പോൾ അതിനേക്കാൾ ഉപകാരപ്രദമായിട്ട് തോന്നി. പക്ഷേ അവർക്കൊന്നുകൂടി കാണണം എന്ന് വെച്ചാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷേ നമുക്കിപ്പോഴും 1200-1200 നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന ആ ഒരു സത്യം. ഇത് നമ്മൾ വേറെ ആരുടെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറ്റമല്ല, ഇത് എൻ്റെ തന്നെ പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഈ തെറ്റേറ്റെടുക്കുന്നു. കാരണം കൃത്യമായിട്ടൊരു കാര്യം നമുക്ക് ലഭിക്കണം എന്നുള്ളത് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ മറ്റു വഴി തേടി പോകുന്നത് നമ്മുടെ തെറ്റല്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതേ ചെയ്യൂ. അതാണ് അവരും ചെയ്തത്. പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും നമുക്ക് ഈ ക്ലാസ് കേട്ടുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും വീണ്ടും ഇട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ പഠിക്കുവാൻ നമുക്ക് ദൈവം എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കട്ടെ, നൽകട്ടെ. ആ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. See you in the next class with some more details about many things. Okay, thank you.